കാലത്തിനും കാലാവസ്ഥയ്ക്കും കീഴടങ്ങാതെ നിൽക്കുന്ന ചില വസ്തുക്കൾ എന്നും ഒരു അത്ഭുതമാണ്. അത്തരത്തിലൊന്നാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും തലയുയർത്തി നിൽക്കുന്ന ചൈനയിലെ വൻമതിൽ. വളഞ്ഞും തിരിഞ്ഞും പിരിഞ്ഞും തമ്മിൽ ബന്ധിപ്പിച്ചും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന വൻമതിൽ ഒരു അത്ഭുതമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മനുഷ്യപ്രയത്നം ഒന്നുകൊണ്ട് മാത്രം നിർമ്മിച്ച ചൈനയിലെ വൻമതിൽ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന ചൈനയിലെ വൻമതിൽ അത്ര പെട്ടെന്ന് നിർമ്മിച്ച ഒന്നല്ല. 2000-ലധികം വർഷങ്ങളാണ് ഈ മതിലിന്റെ നിർമ്മാണത്തിനു മാത്രമായി വിനിയോഗിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുവായി കരുതപ്പെടുന്ന ചൈനയിലെ വൻമതിലിന്റെ നിർമ്മാണം 3-ാം നൂറ്റാണ്ടിലാണ് ആരംഭിക്കുന്നത്. ക്വിൻ ഷി ഹുയാങ് എന്ന ചൈനീസ് ചക്രവർത്തിയാണ് വൻമതിൽ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. നാട്ടുരാജ്യങ്ങൾ കീഴടക്കി തയ്യാറാക്കിയ തന്റെ സാമ്രാജ്യത്തിന് കാവലെന്ന രീതിയിലാണ് ഇത് നിർമ്മിക്കുന്നത്. നിർമ്മിതിയുടെയും നീളത്തിന്റെയും കാര്യത്തിൽ വൻമതിൽ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. ശാഖകളടക്കം 21,196 കിലോമീറ്റർ നീളം ഈ വൻമതിലിനുണ്ട്. 13,171 മൈലും 83,45,14,560 ഇഞ്ചിലും ഇതിന്റെ നീളം കണക്കാക്കാം. 6 മുതൽ 7 മീറ്റർ നീളം, അതായത് 20 മുതൽ 23 അടി ഉയരമാണ് വൻമതിലിനുള്ളത്. ഏറ്റവും കൂടുതൽ ഉയരം വരുന്നത് 14 മീറ്റർ ആണ്. തറനിരപ്പിൽ നിന്നുമാണ് ഈ ഉയരം. വൻമതിലിന്റെ വീതി എന്നത് 4 മുതൽ 5 മീറ്റർ അഥവാ 13 മുതൽ 16 അടിയാണ്. ചൈനയുടെ വിവിധ ഭാഗങ്ങളിലായി വിവിധ രാജാക്കന്മാരും നാട്ടുരാജ്യങ്ങളും പടുത്തുയർത്തിയ പല മതിലുകൾ തമ്മിൽ ചേർന്നതും കൂടാതെ അക്കാലത്ത് പുതിയതായി നിർമ്മിച്ചവയും ചേർന്നതാണ് ഇന്ന് കാണുന്ന വൻമതിൽ. ക്വിൻ ഷി ഹുവാങ് ആണിതിന് തുടക്കം കുറിച്ചത്. പിന്നീട് പലരും മതിൽ നിർമ്മാണത്തിൽ കൈവച്ചുവെങ്കിലും ഇന്ന് കാണുന്ന നിലയിലേക്ക് വൻമതിലിനെ മാറ്റിയെടുത്തത് മിങ് രാജവംശമാണ്. 1364 മുതൽ 1644 കാലഘട്ടത്തിലായിരുന്നു അത്. ചൈന മുഴുവനും മൊത്തത്തിൽ പരന്നു കിടക്കുന്ന ഒന്നാണ് വൻമതിൽ. ചൈനയുടെ ഉത്തരമേഖലയിൽ ബോഹായ് ഉൾക്കടലിനു സമീപത്തുള്ള ഷാൻഹായ് ഗുവാൻ എന്ന സ്ഥലത്തു നിന്നുമാണ് മതിൽ ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും ഹാബെയ്, ഷൻസി, നിങ്സിയ, ഗൻസു എന്നീ ചൈനീസ് പ്രവിശ്യകളിലൂടെയും ഒപ്പം മംഗോളിയയിലൂടെയും മതിൽ കടന്നു പോകുന്നു. ഒടുവിലെത്തി നിൽക്കുന്നത് ഗോബി മരുഭൂമിയിലെ ജിയാഗു ഗുവാനിൽ ആണ്. കൂടാതെ പ്രധാന മതിൽക്കെട്ട് ഷാൻഹായ് ഗുവാനിൽ ആരംഭിച്ച് ഗോബിയിലെ യുമനിൽ അവസാനിക്കുന്നു. പ്രധാന കെട്ടിന് 3460 കിലോമീറ്റർ നീളമുണ്ട്. ശാഖകളുടെ നീളം 2465 കിലോമീറ്റർ വരും. 2000 വർഷങ്ങളായിട്ടും കാര്യമായ കേടുപാടുകളില്ലാതെ നിലനിൽക്കുന്ന മതിലിനു പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ കാണുമല്ലോ. പശ പോലുള്ള അരിയാണത്രേ മതിലിനെ ഇങ്ങനെ നിലനിർത്തുന്നത്. ചൈനീസ് ശാസ്ത്രജ്ഞന്മാരുടെ പഠനമാണ് ഇതു സംബന്ധിച്ച രഹസ്യം കണ്ടെത്തിയത്. കുമ്മായം പോലെ ഉപയോഗിച്ചിരിക്കുന്നത് അരിമാവിനൊപ്പം ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കിയ പ്രത്യേക മിശ്രിതം ചേർത്തു നിർമ്മിച്ചപ്പോൾ കല്ലുകളും മറ്റും ഇരട്ടി ശക്തിയിൽ നിലനിന്നുവത്രേ. കർഷകരും കുറ്റവാളികളുമടക്കം ലക്ഷക്കണക്കിന് ആളുകളാണ് പല കാലങ്ങളായി മതിൽ നിർമ്മാണത്തിൽ പങ്കുചേർന്നത്. അവരുടെ ചോരയുടെയും അധ്വാനത്തിന്റെയും ഫലമാണ് ഈ നീളത്തിൽ കിടക്കുന്നത്. സാങ്കേതിക സൗകര്യങ്ങൾ പൂജ്യത്തിൽ കിടക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും മനുഷ്യർ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും അപകടകരമായ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായി വരികയും പലപ്പോഴും ജീവൻ തന്നെ വെടിയേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഏറ്റവും നീളമേറിയ മതിൽ എന്ന ബഹുമതിക്കൊപ്പം ഏറ്റവും നീളമേറിയ ശവക്കല്ലറ എന്ന ദുഷ്പേരും വൻമതിലിനുണ്ട്. 1 മില്യണിലധികം ആളുകളാണ് ഈ കാലത്ത് മരണപ്പെട്ടതായി പറയുന്നത്. അക്കാലത്തെ കുറ്റവാളികൾക്ക് നൽകിയിരുന്ന ഏറ്റവും സാധാരണമായ ശിക്ഷകളിൽ ഒന്നായിരുന്നു മതിൽ നിർമ്മാണത്തിൽ പങ്കെടുക്കുക എന്നത്. ക്വിൻ രാജവംശത്തിന്റെ കാലത്തിലാണ് ഈ ശിക്ഷാരീതി തുടങ്ങിവെച്ചത്. ചൈനയിലെ സാംസ്കാരിക വിപ്ലവം നടന്നത് 1966-നും 1976-നും ഇടയിലുള്ള സമയത്തായിരുന്നു. ഈ കാലയളവിൽ മില്ലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കല്ലുകൾ മോഷ്ടിച്ച് വീടുകളും അണക്കെട്ടുകളും ഒക്കെ ചൈനയിൽ നിർമ്മിച്ചുവെന്നത് ചില ചരിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുവായതിനാൽ തന്നെ ഇതിനെ ബഹിരാകാശത്തിൽ നിന്നും കാണുവാൻ സാധിക്കുമെന്ന ധാരണ കാലങ്ങളോളം നിലനിന്നിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്ന് പിന്നീട് തെളിയുകയുണ്ടായി.
ചന്ദ്രനിൽ നിന്ന് നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് കാണാവുന്ന ഒരേയൊരു മനുഷ്യനിർമ്മിത വസ്തു വൻമതിലാണെന്നായിരുന്നു വിശ്വാസം. മനുഷ്യൻ ചന്ദ്രനിലെത്തിയ ശേഷമാണ് ഈ വിശ്വാസം മാറുന്നത്. ചൈനയിലെത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും വലിയ ആകർഷണം ഈ വൻമതിലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ഈ മതിലിന്റെ കാഴ്ച കാണുവാനായി മാത്രം എത്താറുണ്ട്.